വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നാടൻ കറികളൊക്കെ പണ്ട് തൊട്ടേ ചട്ടിക്കകത്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഏകദേശം ഒരു 20 ഉള്ളിയോളം ഉണ്ട്. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കും. ഒരു 2 പച്ചമുളക് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പൊടികളുടെ പച്ചച്ചവ് മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു നെല്ലിക്കയുടെ അത്രയും വാളപ്പുളി എടുക്കുക. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഞെരടി എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു പകുതി വേവായി കാണും. ഞെരടി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. ഒന്ന് ഇളക്കി വെക്കാം. ഇനി ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടത് അരപ്പാണ്. ഇതേപോലെ ഒരു പാത്രം തേങ്ങാപ്പീര്, ജീരകമോ പച്ചമുളകോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഒരല്പം വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് ചേർക്കണം. ഇതുണ്ട്, ഇതേപോലെ നല്ല കുറുകിയിരിക്കണം. ഇതേപോലെ ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അടുപ്പത്തുനിന്ന് അങ്ങ് വാങ്ങി വെക്കാം. ഒരു ചീനച്ചട്ടി കൊണ്ടുപോകും. അപ്പോൾ താളിക്കാൻ വേണ്ടിയുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അല്പം കടുക് ഒന്നിട്ട് കൊടുക്കുക. ഒരു 5-6 ചെറിയ ഉള്ളി, 2-3 വറ്റൽമുളക്, 1-2 തണ്ട് കറിവേപ്പില, ഒരല്പം മുളക് പൊടി. ഓപ്ഷനാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതിക്കായിരിക്കും തീരുകളൊക്കെ വെക്കുന്നത്. ഇതേ രീതിയിലുള്ള നാടൻ കറികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.